പലപ്പോഴും സമൂഹത്തിൽ ഇത്തരം തിന്മകളെ സമൂഹത്തെ മാറ്റിയെടുത്തതിൻ്റെ പിന്നിൽ ഗൂഢമായ അജണ്ടകളുണ്ട് എന്നത് തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഏതൊരു പാർട്ടിയെയും ഒരു പൗരൻ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് രാഷ്ട്ര നന്മയ്ക്കു വേണ്ടിയും നാടിൻ്റെ ഗുണത്തിനു വേണ്ടിയും നാട്ടിലെ നിവാസികളുടെ ക്ഷേമത്തിനു വേണ്ടിയുമാണ്. അതല്ലാതെ തങ്ങൾക്ക് കിട്ടുന്ന അധികാരങ്ങളും അവകാശങ്ങളും നേട്ടങ്ങളും കസേരകളും എല്ലാം കരിനിയമങ്ങളെ അടിച്ചേൽപ്പിക്കുവാനും തങ്ങളുടേതായ താൽപ്പര്യങ്ങളെ ഇറക്കുമതി ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമായി ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാടില്ലാത്തതാണ് എന്നതാണ് ഈ പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ് ഉദ്ഘോഷിക്കുന്നത്. ലിംഗനീതി, ലിംഗതുല്യത, ലിംഗസമത്വം, ലിംഗാവബോധം തുടങ്ങിയ പദചമൽക്കാരങ്ങളോടുകൂടി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞവതരിപ്പിക്കുന്ന അശ്ലീലതകളെയും ആഭാസത്തരങ്ങളെയും കലാലയങ്ങളിലേക്ക് വിടുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടതില്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത്. പലപ്പോഴും ജെൻഡർ സ്പെക്ട്രത്തിലുള്ള എല്ലാ ലിംഗവിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് വിദ്യാലയാന്തരീക്ഷം ജെൻഡർ സെൻസിറ്റീവായി ജെൻഡർ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി ജെൻഡർ ക്ലബ്ബുകൾ കൊണ്ടുവന്ന് കുട്ടികൾക്കിടയിലെ ഹെറ്ററോനോർമേറ്റീവ് എന്ന കാഴ്ചപ്പാടിനെ അട്ടിമറിച്ച് അതിനപ്പുറത്ത് ഉദാരലൈംഗികതയെയും ഫ്രീ സെക്സിനെയും ലിബറൽ സെക്സിനെയും കോഹാബിറ്റേഷനെയും ഇറക്കുമതി ചെയ്യുന്ന ആശയങ്ങളെ ഇറക്കുമതി ചെയ്യുവാനുള്ള ശ്രമങ്ങളാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മലപ്പുറം ജില്ലയിൽ മാത്രം 40ഓളം വരുന്ന വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് ജെൻഡർ അവബോധ ക്ലാസുകൾ കൊടുക്കുന്നിടത്ത് എന്ത് ഉദ്ദേശമാണ് അതിൻ്റെ സംഘാടകർക്കുള്ളത്? കേരളത്തിലെ വിവിധ കലാലയങ്ങളിലേക്ക് വന്ന് ജെൻഡറിനെ കുറിച്ചും സെക്സിനെ കുറിച്ചും അവബോധം ഉണ്ടാക്കുന്ന ക്ലാസുകൾ നൽകുക വഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? ലെസ്ബിയൻ സെക്സിനെയും ഗേ സെക്സിനെയും അതേപോലെയുള്ള മൃഗരതിയെയും ശിശുരതിയെയും അടക്കം വളരെയധികം നല്ലതായി അവതരിപ്പിച്ച് നോർമലൈസ് ചെയ്ത് അവതരിപ്പിച്ച് കുട്ടികളുടെ മനസ്സുകളിലേക്ക്, വളർന്നു വരുന്ന തലമുറയുടെ മനസ്സുകളിലേക്ക് വൈകാരികമായ തള്ളിച്ചയുടെ പ്രായത്തിൽ, ഒരു സ്പർശനം ആഗ്രഹിക്കുന്ന പ്രായത്തിൽ തെറ്റായ ചിന്തകൾ ഇട്ടുകൊടുക്കുക വഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏംഗൽസ് രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. കുടുംബം എന്ന കാഴ്ചപ്പാട് മനുഷ്യവർഗത്തിന് വേണ്ടതില്ല എന്ന ആ വാക്കുകളിലുണ്ട് അത്തരം ആശയക്കാരുടെ ഉദ്ദേശം.